ഒരു നാടിന്റെ പേരിന് തന്നെ കാരണമായ കെട്ടിടം സംരക്ഷിക്കണം എന്ന ആവശ്യം ശക്തമായി. കൊല്ലം കുന്നിക്കോട് കാവൽപുര എന്ന പേരും പ്രദേശവും ചരിത്രത്തിന്റെ ഭാഗമായതിന്റെ കാരണമായ കാവൽപുര കെട്ടിടം സംരക്ഷിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. മീറ്റർ ഗേജ് പാത സ്ഥാപിതമായതു മുതൽ ഈ കെട്ടിടം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. 1873 തമിഴ്നാട്ടിൽ നിന്ന് കൊല്ലത്തേക്ക് ഒരു റെയിൽവേ ലൈൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. അക്കാലത്ത് കൊല്ലം തിരുവിതാംകൂർ സാമ്രാജ്യത്തിന്റെ പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. 1899 പഴയ മദ്രാസ് പ്രസിഡൻസിയാണ് ഈ റെയിൽവേ ലൈൻ അനുവദിച്ചത്. പിന്നീട് 1900 ഈ ലൈനിലുള്ള സർവേ പൂർത്തിയാക്കി നിർമ്മാണം നടന്നു. 1904 കൊല്ലത്ത് നിന്ന് പുനലൂരിലേക്കുള്ള റെയിൽവേ ലൈൻ ആരംഭിച്ചു. അതേ വർഷം നവംബറിൽ പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയിലേക്കുള്ള പാത ഉദ്ഘാടനം ചെയ്തു. 1873 മുതൽ 1903 വരെയുള്ള കാലയളവിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുടെ സംഘം കൊല്ലത്ത് നിന്ന് പുനലൂരിലേക്കും പുനലൂരിലെ ചുരം സെക്ഷനിലേക്കും 1 മീറ്റർ ഗേജ് റെയിൽപാത നിർമ്മിച്ചു. കമാന പാലങ്ങളുടെ സഹായത്തോടെ നിർമ്മിച്ച മനോഹരമായ ഒരു റെയിൽവേ ട്രാക്കാണിത്. പശ്ചിമഘട്ടത്തിലെ പാറക്കെട്ടുകൾക്ക് മുകളിലൂടെയുള്ള 5 നീണ്ട പാലങ്ങളിലൂടെയും നിരവധി ചെറിയ പാലങ്ങളിലൂടെയും കടന്നുപോകുന്ന ട്രെയിനുകളിൽ യാത്രക്കാർക്ക് മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുമെന്നതാണ് ഈ റെയിൽപാതയുടെ ഏറ്റവും മികച്ച ഭാഗം. ഈ റെയിൽപാതയിൽ 5 പ്രധാന തുരങ്കങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ ഭഗവതിപുരം മുതൽ ആര്യങ്കാവ് വരെയുള്ള 1 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കമാണ് ഏറ്റവും നീളം കൂടിയത്. അക്കാലത്ത് വെട്ടുകല്ലുകളാൽ നിർമ്മിച്ചെടുത്തതാണ് കുന്നിക്കോടെ കാവൽപുര. ഈ തീവണ്ടിപ്പാത ബ്രോഡ്ഗേജായി മാറിയപ്പോൾ കുന്നിക്കോടെ ചരിത്രശേഷിപ്പായി മാറിയ കാവൽപുര കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം പലയിടങ്ങളിൽ നിന്നും ഉണ്ടായെങ്കിലും അത് പൊളിക്കാതെ നിലനിർത്തി കൊണ്ടുപോവുകയായിരുന്നു റെയിൽവേ അധികൃതർ ചെയ്തത്. ഇത് ബ്രിട്ടീഷ് ഒരു 100 വർഷം മുമ്പ് പണിയതാ. ഇതൊക്കെ ഇതിനൊക്കെ ഒരു നല്ലോണം സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ട റെയിൽവേയുടെ ഒരു ചുമതലയായിരുന്നു. ആരും ഒന്നും ചെയ്തില്ല. പണ്ടക്കാരൻ്റെയൊക്കെ ഒന്ന് പറഞ്ഞതൊക്കെ ശരിയാക്കാൻ ഒരു സ്മാരകമായിട്ടൊക്കെ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതായിരുന്നു ഓപ്പറേഷൻ സെന്റർ ഗേറ്റ് അടയ്ക്കുന്നതൊക്കെ. അന്ന് ഈ ഗേറ്റ് അല്ലായിരുന്നു, കൈ കൊണ്ടടയ്ക്കുന്ന ഗേറ്റായിരുന്നു. ഇത് വെട്ടുകല്ലാണ്. അത് കുമ്മായത്തിൽ പണിയതാണ് 100 വർഷം മുമ്പ്. അവർ കല്ലിനും പ്ലാസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ കല്ലിനൊക്കെ നല്ല ഇപ്പോഴും ഈ 50 കെട്ടിടമൊക്കെ ഇടിഞ്ഞു വീഴുന്നൊന്നും ഇത് ഇടിഞ്ഞു വീണിട്ടില്ല ഇത്ര വർഷമായിട്ട്. ഇതിനൊക്കെ ആവശ്യം സംരക്ഷിക്കണോ? പിന്നെ സംരക്ഷിക്കണതൊക്കെ വേണ്ടല്ലോ. ഒരു അവസ്ഥ പോലെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ തൂക്കുവാലങ്ങളൊക്കെ ഇട്ടോണം. അതുകൊണ്ടൊക്കെ ഒരു ചെറിയൊരു ഇത് കെട്ടി. എന്നാൽ കെട്ടിടത്തിന് ആവശ്യമായ വേണ്ട അറ്റകുറ്റപ്പണികൾ റെയിൽവേ അധികൃതർ ഇതുവരെയും നടത്തിയിട്ടുമില്ല എന്നതാണ് ശ്രദ്ധേയം. അതിനാൽ ഈ കെട്ടിടം സംരക്ഷിത സ്മാരകമായി നിലനിർത്തണമെന്നും അതിനുവേണ്ട നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കാൻ തയ്യാറാകണം എന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഫോക്സ് ടിവി ന്യൂസ്, പുനലൂർ.